Good afternoon to all. Good afternoon, Miss. Good afternoon, Miss. Yeah, good afternoon. എന്താണ് ആക്റ്റീവല്ലാത്ത പോലെ എല്ലാവരും? അല്ല, ടീച്ചറുടെ ക്ലാസ് അല്ലായിരുന്നല്ലോ അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ മിസ്സിന്റെ ക്ലാസ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ കയറി. ഞാൻ പറയാട്ടോ. ഒരു കാര്യം ചെയ്യൂ, സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, കുറച്ച് കുട്ടികളെ കയറിയിട്ടുള്ളൂ, 7 പേരോ കയറിയിട്ടുള്ളൂ അല്ലേ? കറക്റ്റ് ടൈമിന് ആരെയും ജോയിൻ ചെയ്യുന്നില്ലല്ലോ. Good afternoon, ma'am. Okay, good afternoon. ഇന്ന് നാളെ ഇനി ആതിര മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഇന്ന് ആതിര മിസ്സിന്റെ ക്ലാസ് അല്ലേ? സോ ഞാൻ കയറി, നാളെ ആതിര മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്താലോ? പ്രയർ ചൊല്ലേണ്ട ആള് വന്നിട്ടില്ല? ആണോ? എന്താണോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. മിണ്ടാതിരിക്കുന്ന എല്ലാവരും. അല്ല, ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താല് വരും കുട്ടികള്. ആരും വന്നിട്ടില്ലല്ലോ അപ്പോ. ചെയ്യാം. ഇന്ന് ഏത് ടോപ്പിക്കാ ടീച്ചർ എടുക്കാൻ ഉദ്ദേശിക്കണേ? ആർട്ടിക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ആർട്ടിക്കിൾ എടുക്കണം. ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. അതിനുശേഷം കോൺവേർഡ് എടുക്കണം. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് കിട്ടും. അതോടുകൂടി നമ്മൾ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഈ ആർട്ടിക്കിൾസില് എയും ആനും ഇതായി ഒന്നും വരാത്ത ചില സന്ദർഭങ്ങളുണ്ട്, അത് പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ? അതെ, ആർട്ടിക്കിൾ യൂസ് ചെയ്യാത്ത കുറച്ച് സ്പേസസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ടത് അറിയാം കേട്ടോ. എന്താണ് എല്ലാവരും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യണ്ടേ? ടൈം. ഓക്കെ. ഓ, അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? മഴ കുറഞ്ഞൂലേ? ഇവിടെ കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെയുണ്ട് ടീച്ചർ എറണാകുളത്ത്? ഇവിടെ മഴയില്ല, ഇപ്പൊ നല്ല വെയില്. ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്ന് ചെറുതായിട്ട് മഴയൊന്ന് പെയ്തു. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിന് വേറെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. മറ്റേ നൗൺ ഫ്രേസ് ക്ലോസ് ഒക്കെ ഇല്ലേ, അതിനധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് അത് പേടിക്കണ്ട. ഓക്കെ, അഡ്വേർബും ആൻഡ് അഡ്ജക്റ്റീവ് മാത്രം നോക്കിയാൽ മതി. നൗണിന് അധികം ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്ന് കണ്ടിട്ടില്ല, വരാൻ ചാൻസ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള പോർഷൻ അതായിരിക്കാം. ഏത് ടീച്ചർ പറഞ്ഞത്? നൗണ് വരില്ലെന്നാ? നൗൺ ഫ്രേസ് ക്ലോസ് ഇല്ലേ, യൂണിറ്റ് 9 8 അഡ്ജക്റ്റീവ് ഫ്രേസും ക്ലോസ് ഒന്നും വരാൻ സാധ്യതയില്ല. നൗണില് വരാൻ ചാൻസ് ഇല്ല. അഡ്ജക്റ്റീവും അഡ്വേർബിലും വരും. അഡ്ജക്റ്റീവ് അഡ്വേർബില് ഫ്രേസ് ക്ലോസ് ഒക്കെ ഇല്ലേ, അതിന്ന് വരും. പക്ഷെ നൗണിന്ന് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ചാപ്റ്ററിൽ വരില്ല. ഫ്രേസൽ വേർബ്സ് ഒക്കെ വരില്ലേ? ഫ്രേസൽ വേർബ് എല്ലാ ഫ്രേസൽ വേർബിൽ നിന്നും വരില്ല. 1 or 2 ചോദിക്കാം, അത്രയേ ഉള്ളൂ. എല്ലാം വരില്ല കേട്ടോ. ഈസി ആയിരിക്കും അല്ലേ ക്വസ്റ്റ്യൻസ്? ടീച്ചർ അല്ലേ ഇടുന്നത്? ഈസി ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആൻസർ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. അല്ലാതെ ക്വസ്റ്റ്യൻ വായിച്ചു അതിന്റെ കൂടെ തന്നെ 4 ഓപ്ഷൻസ് കൂടെ വായിച്ചു കഴിഞ്ഞാല് കൺഫ്യൂഷൻ വരും. ഓക്കെ, അതുകൊണ്ട് ക്വസ്റ്റ്യൻ കണ്ട അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാൻ പറ്റും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ആ ആൻസർ എഴുതാം. ആൻസർ ഓപ്ഷൻ ഉണ്ടാവും നോക്കിയിട്ട് അത് കറക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്യാം ടീച്ചറെ. സ്റ്റാർട്ട് ചെയ്തോ.
ആരാണെന്ന് പ്രേയറിന്? ഇന്ന് സുനിത രാജേഷ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അറിയാതെ കൈയ്യറ്റ് നങ്ങിയതാ എന്താ അറിയില്ല. ഏതായാലും ഞാൻ പ്രയർ പാടാം. ഓക്കെ, പാടിക്കും. കറക്റ്റ് സമയത്ത് ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ, കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ, കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും, ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയ സ്നേഹിച്ചും ആദരിച്ചും, കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നനച്ചും, മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോര് മാതൃകയായിട്ടും സ്വീകരിച്ചും, ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ, ചൊരിയും കാരണനായുള്ള തമ്പുരാനേ. കാരണനായുള്ള തമ്പുരാനേ. Okay. Then Okay, thought of the day. Of the day. Don't judge today by the hard work you by the seeds that you plant. ഓരോ ദിവസത്തെ എന്തേലും പറഞ്ഞ മിസ്സേ? ഇല്ല, പറഞ്ഞോളൂന്ന് പറഞ്ഞ. ഓക്കെ. ഓരോ ദിവസത്തെയും വിലയിരുത്തുന്നത് നിങ്ങൾ കൊയ്യുന്ന വിളവെടുപ്പിലൂടെയല്ല, മറിച്ച് നിങ്ങൾ നടുന്ന വിത്തുകളിലൂടെയാണ്. താങ്ക് യു. Okay. Then next. സൈനാണ് ഞാൻ പോൾ ചെയ്തത്. ഞാൻ പറയാം. 5 സെൻസിനെ കുറിച്ചൊരു പാട്ട് കേട്ടോ. The eyes that I have used to see, the eyes that I have used to see everything. The ears that I have used to hear, the ears that I have used to hear everything. The nose that I have used to smell, the nose that I have used to smell everything. The hand that I have used to touch, the hands that I have used to touch everything. The tongue that I have used to taste, the tongue that I have used to taste everything. Good afternoon, ma'am. Good afternoon, friends. Welcome to this class. Thank you. Okay. Yeah.
അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ആർട്ടിക്കിൾ അല്ലെ, ആർട്ടിക്കിൾ നിങ്ങൾ കുറച്ച് ക്ലാസ് എടുത്താണ്. അത് സഫിയ സ്റ്റാർട്ട് ചെയ്തു. വേറെ ആരെയും ക്ലാസ് എടുക്കാനുണ്ടായിരുന്നോ? സഫിയ? ഇല്ല, പൊതുവായിട്ട് എല്ലാരോടും ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുന്നേ പറഞ്ഞിരുന്നില്ലേ ആർട്ടിക്കിൾ നോക്കണം, പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ സഫിയ മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പ്രസന്റ് ചെയ്യാൻ? എന്റെ ഓർമ്മയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടോന്നറിയില്ല. ഓക്കെ. അപ്പൊ ആർട്ടിക്കിൾ കഴിഞ്ഞ ക്ലാസ്സിൽ സഫിയ കുറച്ച് പറഞ്ഞു. കുറെ കൺഫ്യൂഷൻസ് ഇടയിൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പൊ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ടായിരുന്നു. ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഡിഫിനൈറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ? മാനും ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ. ആൻഡ് ഡിഫിനൈറ്റ് ആർട്ടിക്കിൾ ദ ആണ് അല്ലെ. അപ്പൊ ഇൻഡിഫിനൈറ്റ് എന്ന് പറയുമ്പോൾ അതില് ആൻഡ് യൂസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് അല്ലെ. നമ്മുടെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. അല്ലാതെ വൊവൽസ് AEIOU വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ആൻഡ് യൂസ് ചെയ്യാം. വൊവൽസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ആൻ ആണോ എന്ന് നോക്കാൻ. എക്സാമ്പിൾ ആണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ചിലാണ് അല്ലെ. അവേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ചിലാണ്, പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് അവർ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തു. അപ്പോ ആൻ എവിടെയാണ് വരാന്ന് എല്ലാവർക്കും അറിയാം. കൺഫ്യൂഷൻ വന്നത് ദ ആൻഡ് എ, ഇത് രണ്ടും എങ്ങനെ എവിടേക്ക് യൂസ് ചെയ്യാം എന്നതിലായിരുന്നു കൺഫ്യൂഷൻ വന്നത്. അപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയില്ലല്ലോ. പറയാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് എ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പോ എന്താണ് നമ്മള് ഏതെങ്കിലും എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് പെൻ അല്ലെ. അതെന്താണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നതല്ല, എനിക്ക് ഏതെങ്കിലും ഒരു പേന മതി എന്നൊരു രീതിയിലാണ് നമ്മൾ എ അവിടെ യൂസ് ചെയ്തത്. ഓക്കെ. അപ്പോ നമ്മൾ സ്പെസിഫൈ ചെയ്താണ് പറയുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദ ആണ് അല്ലെ. അത് നമ്മുടെ സ്പീക്കറിനും ലിസണറിനും രണ്ടു പേർക്കും അറിയാം അതിനെ കുറിച്ച്. ഓക്കെ. അപ്പോ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് ദ. ഈ ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? എ ആൻഡ് ദ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായി മിസ്. അതായത് ദ എന്ന് പറയുന്ന നമ്മുടെ ഡിഫിനൈറ്റ് ആർട്ടിക്കിൾ യൂസ്ഡ് when referring specific nouns. ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ദ എന്ന് പറയുന്നത്. Meaning the speaker and listener are both aware of what specific noun being discussed. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്പീക്കറിനും ലിസണറിനും അറിയാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോ ഞാനൊരു പേന തന്നു, അത് എനിക്കും സഫിയക്കും, ഞാൻ സഫിയക്ക് ഒരു പേന കൊടുത്തു, അത് എനിക്കും സഫിയക്കും അറിയാം. ബാക്കി ആർക്കും അറിയില്ലെന്ന് എനിക്ക് സഫിയക്ക് അറിയാം. അപ്പൊ ഞാൻ സഫിയോടാണ് ചോദിച്ചത് give me the pen. അപ്പൊ സഫിയക്ക് ഓൾറെഡി അത് മനസ്സിലാക്കാൻ പറ്റി, കാരണം ഞാൻ കൊടുത്ത പേനയാണ് ടീച്ചറിനോട് ചോദിക്കുന്നത് give me the pen. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ് give me a pen എന്നാണെങ്കിൽ ഓക്കെ, അത് ഞാൻ ഒന്നും സ്പെസിഫൈ ചെയ്തല്ല അവിടെ പറയുന്നത്. എനിക്ക് ഏതെങ്കിലും ഒരു പേന മതി, പേന കിട്ടിയാൽ മതി. ഇതാണ് രണ്ടിന്റെയും വ്യത്യാസം. ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ എവിടേക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, എവിടേക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ആർട്ടിക്കിൾ നമുക്ക് ആവശ്യമില്ല. സിംഗുലർ, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ നൗൺസ് എന്നത് പറയാതെ കൗണ്ടബിൾ നമുക്ക് നൗണിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോ നമുക്ക് ചിൽഡ്രൻ അല്ലെ, ജനറൽ സെൻസ് വെച്ച് നമ്മള് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യം സ്പെസിഫൈ ചെയ്ത് നമ്മളതിൽ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർട്ടിക്കിളിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലെ. സ്പെസിഫൈ ചെയ്ത് പറയുന്ന സ്ഥലത്തായും അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് എയും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ. ഇനിയിപ്പോ നമ്മൾ പറയാണ് ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഗെയിംസ്. ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഗെയിംസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഏതെങ്കിലും ആർട്ടിക്കിൾ യൂസ് ചെയ്യണോ? ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഗെയിംസ്. കുട്ടികൾക്ക് കളിക്കാൻ, ഗെയിംസ് കളിക്കാൻ ഇഷ്ടമാണ്. പറയൂ, നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നുകൂടി പറയൂ ടീച്ചർ. കുട്ടികൾ, ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഗെയിംസ്.
The children like to play games. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ children like to play games എന്നാണ് പറയേണ്ടത്. അവിടെ ആർട്ടിക്കിൾ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇല്ല, നമ്മൾ ഒരു കാറ്റഗറൈസ് ചെയ്ത് പറയുന്നല്ലേ, കുട്ടികൾക്ക് എന്നാ പറയുന്നത്, കാറ്റഗറൈസ് ചെയ്താ പറയുന്നത്. അപ്പൊ പിന്നെ അവിടെ ആർട്ടിക്കിൾ ആവശ്യം ഉണ്ടാവും? ഇല്ല. ഇല്ല, മനസ്സിലായി. ഇനിയിപ്പോ വേറൊരു കാര്യം പറയാനില്ല, ആബ്സ്ട്രാക്ട് നൗൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആബ്സ്ട്രാക്ട് നൗൺ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ആബ്സ്ട്രാക്ട് നൗണിന്റെ കൂടെ ഒന്നും നമുക്ക് എന്താണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു കൺസെപ്റ്റ്സും ഒരു ഐഡിയാസും ആണ് ഈ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് അല്ലെ. ഓൾറെഡി അറിയാവുന്നതാണ്, ആബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് അറിയാവുന്നതാണ്. അപ്പോ വിസ്ഡം ഈസ് ബെറ്റർ ദാൻ റിച്ചസ്. വിസ്ഡം ഈസ് ബെറ്റർ ദാൻ റിച്ചസ്. ഇതിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ആവശ്യമില്ല കേട്ടോ. ദ വിസ്ഡം എന്ന് പറയണോ? അത് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണോ? അതില്ല അല്ലേ. അത് കാറ്റഗറൈസ് ചെയ്ത് ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ഐഡിയ ആണ്. അപ്പൊ പിന്നെ നമ്മൾ ദാ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ആബ്സ്ട്രാക്ട് നൗണിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഷുഗർ ഈസ് ബാഡ് ഫോർ യുവർ ഹെൽത്ത്. ദ ഷുഗർ ഈസ് ബാഡ് ഫോർ യുവർ ഹെൽത്ത്, അല്ലെങ്കിൽ എ ഷുഗർ ഈസ് ബാഡ് ഫോർ യുവർ ഹെൽത്ത് പറയുമോ നമ്മള്? ഇല്ല, പറയില്ല. അപ്പൊ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി പ്രോപ്പർ നൗൺ, ഏതെങ്കിലും ഒരു പ്രോപ്പർ നൗണിന്റെ കൂടെ നമുക്ക് എന്താണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇന്ത്യ is a democratic country. The India is a democratic country എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പോ പ്രോപ്പർ നൗണിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഇനി ഒരു മിനിറ്റ് ടീച്ചറെ, ഇന്ത്യന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ലേ? എന്തോ? അല്ല, ഒരു സ്പെസിഫിക് കൺട്രി ആണല്ലോ, അപ്പൊ അതിന്റെ കൂടെ എന്താ ഉപയോഗിക്കാൻ പറ്റില്ലേ? സ്പെസിഫിക് കൺട്രി, അതാണ് പ്രോപ്പർ നൗൺ. നമ്മൾ പ്രോപ്പർ നൗണിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്രോപ്പർ നൗണിൽ എന്തൊക്കെ പെടാം? അതിന്റെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. അതായത് പീപ്പിൾ നെയിം ആണ്, ഇവന്റ്സ് നെയിം ആവാം, പ്ലേസസ് ആകാം, ഓർഗനൈസേഷൻസ് ആകാം. കാരണം നമ്മളത് സ്പെസിഫൈ ചെയ്താണ് ഓൾറെഡി പറയുന്നേ. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണോ? ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യ എവിടെയെങ്കിലും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ചെയ്യില്ല കേട്ടോ, ഒരിക്കലും ചെയ്യരുത്. കൺട്രിയുടെ കൂടെ ഒന്നും ആർട്ടിക്കിൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, പ്ലേസിന്റെ കൂടെ ഒന്നും. ഓക്കെ, ഇനിയിപ്പോ പേരാണ്, ദ അശ്വതി എന്ന് പറയോ? ദ അശ്വതി ഈസ് യുവർ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയോ? അല്ലെങ്കിൽ എ അശ്വതി ഈസ് യുവർ ഇംഗ്ലീഷ് ടീച്ചർ പറയില്ല, പേരാണത്. അപ്പൊ പ്രോപ്പർ നൗണിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഇനി മീൽസ്, ലാംഗ്വേജ്, USA എന്ന് പറയുമല്ലോ. എന്തോ USA കൂടെ പറയും, USA. അത് ഞാൻ പറയാവേ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് ചെയ്യാൻ പാടാത്ത സ്ഥലങ്ങളാണ്. ഇനി മീൽസിന്റെ കൂടെ ലാംഗ്വേജിന്റെ കൂടെയും നമ്മൾ എന്താണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഓക്കെ, ഐ ഹാഡ് മൈ ലഞ്ച് എന്നേ പറയൂ, ഐ ഹാഡ് ദ ലഞ്ച് എന്ന് പറയില്ല. I had my dinner, I had the dinner എന്ന് പറയില്ല. ഓക്കെ, ഇനി ലാംഗ്വേജ് ആണെങ്കിലോ ഇംഗ്ലീഷ് ഈസ് ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്നേ പറയാം കേട്ടോ. ലാംഗ്വേജിന്റെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ? അതിൽ ഗെയിംസിന്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഫുട്ബോൾ, ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ ദ ഫുട്ബോൾ. എന്ന് പറയുന്നത് ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ ഫുട്ബോൾ. ഓക്കെ, ഇനി അബദ്ധം വെച്ചാൽ നിങ്ങൾ ഇതാ ചേർത്തു എന്ന് വിചാരിക്കൂ, വലിയ ഭീകരമായ മിസ്റ്റേക്ക് ഒന്നും അവിടെ വന്നിട്ടില്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, ഇത്രയും കറക്റ്റ് ആയിട്ട് പറയാൻ കാരണം എക്സാമിൽ എന്തായാലും ചോദിക്കും, ആർട്ടിക്കിളിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിംഗ് വിത്ത് കറക്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. പിന്നെന്താണ്, ബിഫോർ ദ നെയിംസ് ഓഫ് കൺട്രീസിന്റെ കൂടെ ഒന്നും പൊതുവെ എന്താണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പൊ വിനീത് പറഞ്ഞ പോലെ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മള് പ്ലൂറൽ നൗൺസ് പഠിച്ചപ്പോ കുറച്ച് എക്സെപ്ഷൻസ് പഠിച്ചിരുന്നു അല്ലെ. അതുപോലെ തന്നെ ഒരു എക്സെപ്ഷൻ ആണ് ദ USA, ദ UK. ഓക്കെ, അതൊക്കെ എക്സെപ്ഷൻസ് ആണ്. അവിടെയൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കേണ്ട, അത് എക്സെപ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല USA എന്ന് പറയുന്നത്
അത് ഫുൾ ഫോം അല്ല അല്ലെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ്. അമേരിക്ക എന്നാണ് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ എന്താ അമേരിക്ക എന്ന് പറയും. ഒരിക്കലും ഇല്ല അല്ലെ. ചിലപ്പോൾ അത് ഷോർട്ട് ഫോം ആയിട്ടായിരിക്കാം, അറിയില്ല കേട്ടോ എനിക്ക്. അത് എക്സെപ്ഷൻ ആണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ USA എന്നും UK എന്നും പറയാറുണ്ട് ചിലപ്പോ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ലാംഗ്വേജിന്റെ കൂടെ നമ്മൾ പറയില്ല, ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഇനിയിപ്പോ ഞാൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വി ആർ ലേണിംഗ് ഡാഷ് ഫ്രഞ്ച്, വി ആർ ലേണിംഗ് ഡാഷ് ഫ്രഞ്ച് എന്ന് ചോദിച്ചിട്ട് filling the blanks with the correct using with the correct article എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഓപ്ഷൻസ് തന്നു എന്ന് വിചാരിക്കും. ഓപ്ഷൻ എ and option B and option C the, option D no article. നിങ്ങൾ ഏത് ആൻസർ എഴുതും? നോ ആർട്ടിക്കിൾ. No article. Okay, ഇങ്ങനെയും ക്വസ്റ്റ്യൻ ദോ. ഓക്കെ വിനീത, ഓക്കെ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാട്ടോ. ദെൻ പിന്നെന്താണ്, പ്ലേസസിന്റെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. പിന്നെ മീൽസിന്റെ കൂടെ ഫുഡ് അല്ലെ, മീൽസിന്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. പ്ലേ ഗെയിംസിന്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. കൺട്രീസിന്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. അതിലൊരു എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞു, USA UK ഇതൊക്കെ നമ്മുടെ എക്സെപ്ഷൻസ് ആണ്. പിന്നെ നമ്പേഴ്സിന്റെ കൂടെയും നമ്മുടെ നൗണിന്റെ കൂടെയും ഒന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മള് ഇത് എവിടെയാണ് വരിക? എവിടെ കണ്ടാലും അല്ലെ, നൗണിന് മുമ്പായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ചിലപ്പോ റോങ് ആയിട്ട് തരും അല്ലേ എക്സാമിന്? തരും കേട്ടോ. പിന്നെ നമ്മള് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ദാ ചേർക്കേണ്ട സ്ഥലങ്ങള് നമ്മുടെ മൂണ് അല്ലെ, മൂൺ, ദ സൺ, ഇതൊക്കെ നമ്മള് ദാ ചേർത്താ പറയാം. ദ മൂൺ, ദ സൺ, മനസ്സിലായോ? അവിടെയൊക്കെ ദാ ചേർക്കണം. പിന്നെ മറ്റേ നമ്മുടെ ബുക്സിലെ ഫേമസ് ബുക്സ്, മഹാഭാരത, ഭഗവത്ഗീത, ബൈബിള്, ഇതൊക്കെ നമ്മള് ദാ ചേർക്കാറുണ്ട് കേട്ടോ. റിവേഴ്സ് ദ യമുന, ദ ഗംഗ, റിവേഴ്സിന് മുന്നിൽ ചേർക്കും. പിന്നെ ഹിമാലയ, അതൊക്കെ നമ്മൾ ദാ ചേർക്കാറുണ്ട്. പിന്നെ ബുക്സ്, നമ്മുടെ ഫേമസ് ബുക്സിന്റെ കൂടെ നമ്മൾ ദാ ചേർക്കാറുണ്ട്. ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ നമ്മൾ ദാ ചേർക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ദാ ചേർക്കുന്നതും അടുത്തില്ലാത്തതുമായ പ്ലേസസ് ഉണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും പോർഷൻസിൽ നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഞാൻ ഒരു കാര്യം പേടിയാണ്. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ ട്രിക്കി ആക്കാനായിട്ട് ചോദിക്കുന്നത് ഇതേപോലെ ആർട്ടിക്കിൾ ഇല്ലാത്ത പ്ലേസും ആർട്ടിക്കിൾ വേണ്ട സ്ഥലവുമായിരിക്കും. അതായത് ദാ എവിടെയൊക്കെ ചേർക്കാം, എവിടെയൊക്കെ ചേർക്കാൻ ഞാൻ പറഞ്ഞു. ഫേമസ് ബുക്സ്, റിവേഴ്സ്, പിന്നെ നമ്മുടെ മൗണ്ടെയിൻസ്, ദെൻ ഇൻസ്ട്രുമെന്റ്സ്, ഇവിടെയൊക്കെ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കും. ദാ ആർട്ടിക്കിൾ ചേർക്കും. ഇനി ചേർക്കാൻ പാടില്ലാത്ത ഒരു നോ ആർട്ടിക്കിൾ എവിടെയൊക്കെയാണ്? മീൻസ്, ലാംഗ്വേജ്, കൺട്രീസ് നെയിം, പ്ലേസസ് നെയിം, മറ്റേ അബ്സ്ട്രാക്ട് നൗൺ, പ്രോപ്പർ നൗൺ, കൗണ്ടബിൾ നൗൺ, സോറി അൺകൗണ്ടബിൾ നൗൺ, ഇതിന്റെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾ ചേർക്കില്ല. അതായത് നോ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ടെക്സ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആണ്. ഇത്രയേ ഉള്ളൂ ആർട്ടിക്കിൾ. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി എന്താണ്? കോൺഗേർഡ് ആണ്. കോൺഗേർഡ് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കോൺഗേർഡ് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരൂ. നോക്കിയിട്ട് വരാൻ നിങ്ങള് ഇമ്പോർട്ടന്റ് ആയ കോൺഗേർഡ് ഞാൻ കുറച്ച് പറയാം. ഒരുപാട് കോൺഗേർഡ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. I think 24, yeah, 24 കോൺഗേർഡ്സ് ഉണ്ട്. നമുക്ക് അത്രയും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാനിപ്പോ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിക്ക് മുന്നേ. പറഞ്ഞോ? ഫ്രേസൽ വെർബ് പറഞ്ഞപ്പോ കൂടെ പറഞ്ഞിരുന്നോ കോൺഗേർഡ്? ഇല്ല മിസ്, ഇല്ലല്ലോ. ഇല്ല. അപ്പോ നോട്ട് ചെയ്ത് വെക്കോ. നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാവേ. നോട്ട് ചെയ്ത് വെക്കോ. നിങ്ങൾ എന്നിട്ട് നോക്കിയിട്ട് വരണേ. ഫസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ ആരെങ്കിലും. നോട്ട് ചെയ്ത് വെക്കും. ഞാൻ വേണമെങ്കിൽ ടെക്സ്റ്റും കൂടി ചെയ്യാം. നമ്പേഴ്സ് ആയിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ, കോൺഗേർഡ് നമ്പർ 1. ഫസ്റ്റ് വൺ ആൻഡ് ദ സെക്കൻഡ് വൺ, തേർഡ്, 4, 5. 1, 2, 3, 4, 5. ഇമ്പോർട്ടന്റ് ആണേ. 1,
2, 3, 4, 5. ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ 1, 2, 3, 4, 5 ഇമ്പോർട്ടന്റ് ആണ്. Then 7, number 7. Conquer number 7 important ആണ്. Then 9, 7, 9. Then 11, 11. Then 12, 12. 14, 14. 16, 21, 22, 24. 16, 21, 22, 24. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന് എല്ലാത്തിനും ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ 1, 2, 3 ചില ക്വസ്റ്റ്യൻ വരുന്നത് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോ 1, 2, 3, 4, 5, 7, 9, 11, 12, 14, 16, 21, 22, 24. ഇത്രയും കോൺവേർഡ് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങളൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പോവേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണ്, 100% ഷുവർ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? നമുക്ക് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയും, ആണോ അല്ലെ, ആണോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കാറുണ്ടല്ലേ. ഷീസ് റീഡിങ്, അവള് പഠിക്കുകയാണ്, പഠിക്കുകയാണോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഹെഡിങ് എഴുതും ആദ്യം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതാം. ഷീസ് റീഡിങ്, ഈ 2 എക്സാമ്പിൾ തന്നെ എഴുതിക്കോളൂ. ഷീസ് റീഡിങ്, ഈസ് ഇൻ ഷീ എനിക്ക് എഴുതാം. ഒരെണ്ണം എഴുതിയാൽ മതി. ഷീസ് റീഡിങ്, ഈസ് ഇൻ ഷീ എന്ന് എഴുതാം. ഒന്നുകൂടെ പറയുന്നു. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇല്ലേ, ഷീസ് റീഡിങ്, അതേപോലെ തന്നെ എഴുതാം കേട്ടോ. ഷീസ് റീഡിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് എന്ത്, ഈസ് ഇൻ ഷീ എന്നുള്ളത്. ഈസ് ഇൻ ഷീ എന്ന് ചുറ്റും ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ടെക്സ്റ്റിൽ അങ്ങനെ, നോട്ടിൽ അങ്ങനെ തന്നെ ഒരു സെന്റൻസ് എഴുതി വെക്കുക. അതിനുശേഷം താഴെ എഴുതാം. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നിട്ട് താഴെ അടുത്തൊരു ഒരു സെന്റൻസ് കൊണ്ട് എഴുതാം. ഷീസ് നോട്ട് റീഡിങ്, ഷീസ് നോട്ട് റീഡിങ്. നെഗറ്റീവ് എഴുതാം. ഷീസ് റീഡിങ്ങിന് നെഗറ്റീവ് എഴുതാം. ഷീസ് നോട്ട് റീഡിങ്. ബാക്കി ഞാൻ പറയാം. ഷീസ് നോട്ട് റീഡിങ് എന്നിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോ ഇനി പറയാൻ പോകുന്നത് എഴുതി വെക്കാം. ഇപ്പോ ഷീസ് റീഡിങ് എന്ന് പറയുന്ന സെന്റൻസ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പോ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഏതായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. യെസ്. അപ്പോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈസ് ഇൻ ഷീ ചോദിച്ചു. ഇനി നമ്മൾ താഴെ എഴുതിയത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്, ഷീസ് നോട്ട് റീഡിങ്. അപ്പോ വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും വരാം? ഈസ് ഷീ. യെസ്, ഈസ് ഷീ എഴുതിക്കോളൂ. ഈസ് ഷീ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പൊ നോട്ട് എഴുതാം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. രണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കണം വരേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയോ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. A positive statement takes a negative question tag and a negative statement takes a positive question tag. Text തന്നെ കൊടുത്തിട്ടുണ്ട് ട്ടോ. She is very clever, isn't she? He sang well, didn't he? Okay, അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആയല്ലോ.
ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, റൂൾ നമ്പർ 1. ഇനി ഒരു സെക്കൻഡ് റൂൾ എന്ന് പറയേണ്ട ഒരു സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചാല് ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, കേർലി, റെയർലി ആൻഡ് സെൽഡം. ഈ കാണുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന വേർഡ്സ് നമ്മുടെ സെന്റൻസിൽ ഏതെങ്കിലും ഒരു വേർഡ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എന്തായിട്ട് കാണണം? നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് കാണണം. ക്ലിയർ? ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, കേർലി, റെയർലി ആൻഡ് സെൽഡം എന്ന് പറയുന്ന ഈ കീവേഡ്സ് നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു കീവേഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോ വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ, ഒരു എ ഉണ്ടെന്നേ ഉള്ളൂ ഫ്രണ്ടിൽ, മാറിപ്പോവരുതേ. എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ എന്ന് പറയുന്ന ഈ രണ്ട് കീവേഡ്സിൽ ഏതെങ്കിലും ഒരു കീവേഡ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. മാറിപ്പോകരുത്. ഓക്കെ, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. ഈ സെക്കൻഡ് വൺ നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ? ക്ലിയർ അല്ലേ? ഏകദേശം ക്ലിയർ ആണ്. ക്ലിയർ ആണോ? പറയൂ. ക്ലിയർ ആണ്. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേർലി, റെയർലി ആൻഡ് സെൽഡം വരുന്ന വരുന്ന ഏതെങ്കിലും ഒരു കീവേഡ്സ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ വരികയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കീവേഡ് സെന്റൻസിൽ വരികയാണെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോ കീവേഡ് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. എക്സാമ്പിൾ നോക്കി. ഫ്യൂ പീപ്പിൾ ലിസൺ. ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുമ്പോൾ ഫ്യൂ പീപ്പിൾ എന്ന് പറയുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് അപ്പുറം ഒരു ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. A little progress had been made. A little progress had been made എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് നോട്ട് ഒന്നും കാണുന്നില്ല. പൊതുവെ നമ്മൾ ഈ നോട്ട് കാണുമ്പോഴാണ് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെ? ഷീസ് നോട്ട് റീഡിങ്. ഓക്കെ, അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് മനസ്സിലായി, കാരണം അതിൽ നോട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മള് ഡയറക്ട്ലി അവിടെ നോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെ? ഡയറക്ട്ലി നെഗറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്താണ്, എ ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? നെഗറ്റീവ് ആയിട്ട് മാറി. അതുകൊണ്ട് എന്താണ് വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ്. എ ലിറ്റിൽ എന്ന് പറയുന്ന ആ കീവേഡ് വന്നാൽ അത് പോസിറ്റീവ് ആണ്. അപ്പോ വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോ ഈ കീവേഡ്സ് നോട്ട് ചെയ്ത് വെക്കാം. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ വരേണ്ട കീവേഡ്സ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഒന്ന് പറയോ? ഒന്നും കൂടി പറയാം മിസ്സേ, രണ്ടാമത്തെ. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തേ, എഴുതൂ. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റെയർലി ആൻഡ് സെൽഡം. നെഗറ്റീവ് വേർഡ്സ് ആണ് എഴുതി വെക്കാം. നെഗറ്റീവ് വേർഡ്സ് ഇത്രയും എഴുതിയാൽ മതി. അപ്പോ ആ വേർഡ് സെന്റൻസിൽ കണ്ടാല് ഓൾറെഡി അത് സെന്റൻസ് നെഗറ്റീവ് ആണ്, കാരണം ഇത് നെഗറ്റീവ് വേർഡ്സ് ആയതുകൊണ്ട് ആ സെന്റൻസ് അടക്കം നെഗറ്റീവ് ആയി മാറും. ഇനി എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ എന്ന് പറയുന്ന ഈ വേർഡ്സ് പോസിറ്റീവ് വേർഡ്സ് ആണ് ഏതാ? എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ പോസിറ്റീവ് വേർഡ്സ്. ഇപ്പൊ മനസ്സിലായോ? എ ഫ്യൂ എ ലിറ്റിൽ അങ്ങനെ വരുന്നതോ, അതോ ജസ്റ്റ് ലിറ്റിൽ ഫ്യൂ എന്നുള്ളത് മുമ്പ് പറഞ്ഞതല്ലേ നെഗറ്റീവ്? ഫ്യൂ നെഗറ്റീവ് വേർഡ്സ് നേരത്തെ പറഞ്ഞത്, എ ഫ്യൂ എ ലിറ്റിൽ പോസിറ്റീവ് വേർഡ്സ് അല്ലേ? നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കൂ, കാണാലോ. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റെയർലി, സെൽഡം നെഗറ്റീവ് വേർഡ്സ് ആണ്. എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ പോസിറ്റീവ് വേർഡ്സ് ആണ്. ഒരു സെന്റൻസില് ഇത് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് വേർഡ്സ് ആക്കി മാറ്റണം എന്നല്ലേ ഉദ്ദേശിച്ച്? നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് കാണണം. മനസ്സിലായല്ലോ? കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ.
മിസ് എ ഫ്യൂന്നും എ ലിറ്റിൽ ഉണ്ടോ അതോ ഫ്യൂ ലിറ്റിൽ എന്നുള്ളൂ? ഫ്യൂ ലിറ്റിലും നെഗറ്റീവ്. അതിന് മുന്നിൽ ആർട്ടിക്കിൾ എ വരാണെങ്കിൽ എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ എന്ന് പറയുന്ന ഈ രണ്ടും പോസിറ്റീവ് വേർഡ്സ് ആണ്. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റയർലി ആൻഡ് സെൽഡം ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇത് സെന്റൻസിൽ വരികയാണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. എ ഫ്യൂ, എ ലിറ്റിൽ ഇതൊക്കെ പോസിറ്റീവ് വേർഡ്സ് ആണ്. അത് സ്റ്റേറ്റ്മെന്റിൽ വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. മിസ്സേ അത് ഓക്കെ. പക്ഷെ നമ്മുടെ എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ തെറ്റല്ലേ? ഇവിടെ എക്സാമ്പിൾ കൊടുത്തിങ്ങനെ ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്, ഹാസ് ഇറ്റ് എന്നല്ലേ കൊടുത്തേ? ലിറ്റിൽ എന്ന് പറയുന്നത് അത് നെഗറ്റീവ് സെന്റൻസ് ആയില്ലേ? അവിടെ ലിറ്റിൽ മാത്രല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആയി കണക്കാക്കണ്ടേ? അതുകൊണ്ട് അവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വന്നു. അപ്പൊ എക്സാമ്പിൾ എഴുതിയത് മാറിപ്പോയി. അതാ ഞാൻ പെട്ടെന്ന് അങ്ങനെ കൺഫ്യൂസ് ആയത്. മുകളിലല്ലായിരുന്നോ എക്സാമ്പിൾ എഴുതേണ്ടത്? രണ്ടും ഒന്നിച്ച് എഴുതിപ്പോയില്ലേ? അത് അതിന്റെ താഴെ എ ലിറ്റിൽ വന്നത് നോക്ക്. അപ്പൊ മനസ്സിലായി. ഇത് ഒന്നിച്ച് വന്നിട്ട് എക്സാമ്പിൾ ഒന്നിച്ച് എഴുതിയപ്പോഴേ കൺഫ്യൂസ് ആയതാ. തെറ്റിപ്പോകരുതിട്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നേ, പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി കോമൺ ആയിട്ട് മനസ്സിലായല്ലോ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വന്നാല് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വന്നാല് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഇത് കോമൺ ഒരു കോമൺ തിങ് ആണ്, അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മള് ഹി ഡു ഡസ് ഇറ്റ്, അതായത് ഇപ്പോ മീര സിങ്സ് വെൽ, നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. മീര അല്ലെ വേണ്ട, ഹി പ്ലേസ് ക്രിക്കറ്റ്, ഹി പ്ലേസ് ക്രിക്കറ്റ്. ഇവിടെ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും വരാ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നമുക്ക്? ഡയറക്ട്ലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്സിലറീസ് ഒന്നുമില്ല ആ സെന്റൻസിൽ, അല്ലെ? ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ് ആണെങ്കിൽ ഓക്കെ, ഹീസ് ഉണ്ട്. അപ്പൊ അതിനെ ആ ഓക്സിലറിനെ എടുത്തിട്ട് നമുക്ക് നോട്ട് ആഡ് ചെയ്ത് സബ്ജക്റ്റും കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് കിട്ടി, അല്ലെ? ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് കൊടുത്തിട്ട് ഹീസ് ഇൻറ്റ് ഹി എന്ന് ചോദിക്കാം. പക്ഷെ ഞാനിപ്പോ പറഞ്ഞത് ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നാണ്. അവിടെ നോക്കുമ്പോ ഓക്സിലറീസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് വേണം താനും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അല്ലെ? അവിടെ പ്ലേസ് വന്നു, അല്ലെ? എസ് വന്നു. എസ് വരാൻ കാരണം എന്താണ്? അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്താ അവിടെ ആഡ് ചെയ്യണ്ടേ? ഡു ഓർ ഡസ് ആയിരിക്കണം, അല്ലെ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വരേണ്ടത് അതായിരിക്കണം, ഡസ് ആണ്. അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? ഹി പ്ലേസ് ക്രിക്കറ്റ് doesn't he? Yeah. അപ്പോ നിങ്ങൾ എഴുതി വെക്കൂ, ഹി ഷീ ഇസ് എവരിബഡി, അല്ലെങ്കിൽ ഹി ഷീ ഇറ്റ് എവരിബഡിയുടെ കൂടെ ഡസ് യൂസ് ചെയ്യണം. ഐ യു വി യുടെ കൂടെ ഡു യൂസ് ചെയ്യണം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു. ഈ സിംഗുലർ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അറിയാലോ? അറിയാം. He, she, it, everybody. Yes. ഇനി ഹി പ്ലേസ് ക്രിക്കറ്റ് എഴുതി. ഇനി അടുത്തത് they play cricket, അല്ലെങ്കിൽ they play cricket എഴുതൂ. അത് ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? they play cricket. Question tag? ഇത് വരും Don't എന്ന് വരും. Do not, don't.
They play cricket. എന്തായാലും പറയേണ്ടത് ഡു ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ എന്താണ്? നെഗറ്റീവ് ആണ് വരാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി വരണം. അപ്പൊ ഇവിടെ ഓക്സിലറി അല്ലെങ്കിൽ പറയേണ്ടത് ഡു ആണ്. അതിന്റെ നെഗറ്റീവ് എടുക്കാം, ഡോണ്ട് എടുക്കാം. Don't they? They play cricket, don't they? Okay? Clear. In the next term, she sang a song. She sang a song. എന്ത് വരും? Didn't she? She sang a song. Tense ഏതാണ്? സിമ്പിൾ പാസ്റ്റ്. Simple past. സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓക്സിലറി ആയിരിക്കും? ഡൂൺ ഡസ്റ്റും പ്രസന്റ് ആണെന്ന് പറഞ്ഞു. പാസ്റ്റ് ആണെങ്കിൽ Did. Didn't. She. അപ്പൊ ഏത് സബ്ജക്റ്റിന്റെ കൂടെയും നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. ഇവിടെ എന്ത് വരും? ഡിഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നെഗറ്റീവ് ആക്കണം. എന്താ വരാ? Didn't she? Didn't she? Yes. അപ്പൊ ഡു ഡസ് ഡിഡ് ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇപ്പോ? Clear? Yeah. ഇനി ടേബിൾ നോക്കാം. ഇപ്പൊ ഏകദേശമൊക്കെ മനസ്സിലാകണ്ട. ഈസ് ആണെങ്കിൽ ഈസിന്റെ, ആം ആണെങ്കിൽ ആറിന്റെ, മാറിപ്പോരുത്. ആം മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആമിന്റെ കൂടെ നിങ്ങൾ ആം നോട്ട് ആയിരിക്കും പൊതുവെ ചേർക്കാം. ആം നോട്ട് അല്ല കേട്ടോ, ആറിന്റെ ആണ് വരാം. ആം orange, are orange, was wasn't, were weren't, hasn't, have haven't, had hadn't, do don't, does doesn't, did didn't, can can't, could couldn't, will won't അല്ലെങ്കിൽ will not use ചെയ്യാം. won't, would wouldn't, may mayn't, might mightn't, shall shan't, shouldn't, mustn't, need needn't, daren't, use didn't, used didn't ആണ്. കാരണം used means past ആണ്. നമ്മൾ didn't വന്നു. ought ഈ ടേബിൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി സബ്ജക്ട് വൈസ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കാം. he തന്നെയായിട്ട് വരും. she ആണ്. she sang a song നമ്മൾ പറഞ്ഞു did she അല്ലെ? അവിടെ വരേണ്ട മാറ്റമാണ് കേട്ടോ. ഇനി the boy ആണെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു അത് she ആണ്, he ആണ്. ഇത്രയേ ഉള്ളൂ. രാജു പേര് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നു അത് മെയിൽ ആണ് ഫീമെയിൽ ആണ് എന്നുള്ളത്. ഇനി എന്തെങ്കിലും ഒരു വസ്തു ആണെങ്കിൽ നമ്മൾ അവിടെ ഇറ്റ് ആണ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലൂറൽസ് വരാണെങ്കിൽ നമ്മൾ ദേ യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? എവ്രി വൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ ദേ, എവ്രിബഡി ആണെങ്കിൽ നമ്മൾ ദേ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേബിളും പഠിക്കണം. ക്ലിയർ? ഇനി നിങ്ങൾ എക്സസൈസ് ഒന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹീസ് നോട്ട് ഹിയർ. കുറച്ച് സ്പീഡിലായത് പോയതുകൊണ്ടേ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല. കുറച്ചുകൂടി ഞങ്ങൾ തന്നെ ഒറ്റയ്ക്ക് പഠിക്കുമ്പോ മനസ്സിലാവും. എന്നിട്ട് അപ്പോ ക്ലിയർ ആവും. നിങ്ങൾ ടേബിള് പഠിക്കാം. ടേബിൾ ആണ് ഞാൻ വായിച്ചു പോയത് കേട്ടോ. വേറെ സ്പീഡിൽ പറഞ്ഞല്ല, ഈ ടേബിൾ വായിച്ചു പോയതാണ്. ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ഇത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ സബ്ജക്റ്റും ഞാൻ സ്പീഡിൽ വായിച്ചു പോയത് ടെക്സ്റ്റിലുള്ളത് കൊണ്ടാണ്. ടേബിൾ ഉണ്ട്, വായിക്കാം. കാരണം ഇത്രയും ഈ ടേബിൾ ഇപ്പൊ നോക്കാണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ അത് വായിച്ചു പോയത്. ദെൻ ഇതൊന്ന് ആൻസർ ചെയ്താൽ പറ്റും. നോക്കി, ഹീസ് നോട്ട് ഹിയർ. ഹീസ് നോട്ട് ഹിയർ. Is he? ഒരു കാര്യം ചെയ്യൂ, ക്ലാസ്സിൽ വെച്ച് തന്നെ ചെയ്യാം. നിങ്ങൾ ഇതിലൊരു ഇവിടെ അനൂപ് സിംഗ് ഇവിടെ വരെ നിങ്ങൾ നോട്ട്ബുക്കിൽ ആൻസർ ചെയ്തേ. അനൂപ് സിംഗ് ഇവിടെ വരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ആൻസർ ചെയ്ത് എഴുതി വെക്കൂ. അതിനുശേഷം നമുക്ക് പറയാം. ഓക്കെ,
ഓക്കെ. ഇപ്പോഴാണോ? ഇപ്പൊ നമുക്ക് ഇപ്പോഴേ പഠിച്ചു പോകാം, നാളത്തേക്കൊന്നും വെക്കണ്ട. ടൈം ഉണ്ടല്ലോ, 2:30 വരെ ടൈം ഉണ്ട്. 2:30 വരെ അല്ല, ടൈം അധികം ഇല്ലല്ലോ. ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യൂട്ടോ. എന്നിട്ട് ഞാൻ പറയാം, നിങ്ങളൊന്ന് പറയൂ, കഴിയുമ്പോ ഒന്ന് പറയാം, നമുക്ക് ആൻസർ പറഞ്ഞു പോകാം. ക്വസ്റ്റ്യന് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് അല്ലേ? ഇതില് നമുക്ക് ഓക്സിലറി ഡയറക്റ്റ്ലി ഓക്സിലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് നെഗറ്റീവ് ആക്കിയാൽ മതി. അത് ഈസ് ആണെങ്കിൽ ഈസ് നോട്ട്, അല്ല ഈസ് ഉണ്ടാക്കാം. ഹാസ് ആണെങ്കിൽ ഹാസ് ഉണ്ടാക്കാം. പിന്നെ ഓക്സിലറീസ് ഒന്നും കൊടുത്തിട്ടില്ല. സാമി ഇറ്റ്സ് ടു മച്ച്, ഇവിടെ ഓക്സിലറീസ് ഒന്നുമില്ല. നമ്മളത് എന്ത് ചെയ്യണം? ടെൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മള് ഡസ് ആണോ ഡു ആണോ കൊടുക്കാന്ന് നോക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്തേ. എല്ലാ ആൻസറും ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഓക്കെ, ഇനിയിപ്പോ ടൈം ഇല്ല എങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യൂ. നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇനി കോൺവേർഡും ഈ ക്വസ്റ്റ്യൻ ടാഗും മാത്രമേ ഉള്ളൂ. അതൊക്കെ രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ പഠിക്കും, ആൻസർ ചെയ്യൂ കേട്ടോ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനില്ലേ മിനി ഈസ് ഇൻ ദ ക്ലാസ്, അപ്പൊ അവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്ന മിനി അല്ലേ? അപ്പൊ നമ്മള് മിനി എന്നല്ലേ ചേർക്കേണ്ടത് എന്താ ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോ? അതോ ഷീ ചേർക്കണം അല്ലേ? ഓക്കെ. അങ്ങനെ പേരൊക്കെ വരാണെങ്കിൽ നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നിട്ട് അതിന്റെ സബ്ജക്റ്റ് ആയിട്ട് എഴുതാം. ഷീ ഓർ ഹി. എന്തെങ്കിലും ഒരു തിങ് ആണ്, വസ്തുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിമൽ ആണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യും? അതിനുള്ള സബ്ജക്ട് ഏതാണ്? ഇറ്റ് ആണ് അല്ലെ? അപ്പോൾ ഇറ്റ് ആഡ് ചെയ്യാം. ഓക്കെ മിസ്. ഒരു കാര്യം ചെയ്യും നിങ്ങൾ, ഇത് ഫുള്ളും നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇത് ഫുള്ള് നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്താ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് ഒന്ന് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെറുതെ ടൈം കളയണ്ട. നമുക്ക് ഇത് ആൻസർ ഷീറ്റ് ആണെങ്കിലും ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം നോക്കിയിട്ട്. ക്ലാസ്സിൽ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറയാം, അല്ലെങ്കിൽ ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ ആൻസർ ഷീറ്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഹോംവർക്ക് എഴുതുകൂട്ടോ എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന് ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോൺവേർഡ് ഒന്ന് നോക്കിയിട്ടെങ്കിലും വരാം, അത്രയേ ഉള്ളൂ. അതിനുശേഷം അപ്പൊ അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് ചാപ്റ്റർ വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി ടൈം ഉണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാൻ നോക്കാം. നോക്കട്ടെ, ഏതെങ്കിലും സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ടോ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്യോ? ചെയ്യാം. ടൈം ഏതായാലും എങ്ങനെയാണ്?
ഈ ടൈം തന്നെ വേണോ അല്ലെങ്കിൽ ടീച്ചർക്ക് വൈകുന്നേരം ആക്കാൻ പറ്റുന്നു? വൈകുന്നേരം എന്ന് പറയുമ്പോൾ എപ്പോഴായാലും കുഴപ്പമില്ല, ടീച്ചർ പറയുന്ന സമയത്ത് ജോയിൻ ചെയ്യാം. മോർണിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആഫ്റ്റർനൂണൊക്കെ നല്ലത് മോർണിംഗ് അല്ലേ? പറ്റോ? 10:30 ആണോ? മോർണിംഗ് വരുമ്പോ എത്ര മണിക്കാ? ഈ ശനിയാഴ്ച വെക്കരുത്. ഈ ശനിയാഴ്ച വെക്കരുത്. ശനിയാഴ്ച പെരുന്നാളാണ്. പെരുന്നാളാണ്. ഞാനത് ആലോചിച്ചില്ല കേട്ടോ. നല്ല ഓക്കെ, ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ 2:30 എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇപ്പൊ 2:30 വരെ ക്ലാസ് ഉള്ളൂ. അത് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഹാഫ് ആൻ അവറോ എടുക്കാൻ ഓക്കെ ആണോ നിങ്ങള്? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഈ വീക്കോ നോക്കട്ടെ, പറ്റിയാൽ ഞാൻ കയറാൻ പറ്റും നോക്കാം, ഇൻഫോം ചെയ്യാം ഞാൻ അങ്ങനെയാണെങ്കിൽ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇത് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് കോൺവേർഡും ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഹോംവർക്ക് ഒക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്ക്. പെട്ടെന്ന് കയറുകയാണെങ്കിൽ ഞാൻ കയറി വരാം. ഓക്കെ ഓക്കെ. യെസ്, അത്രയൊക്കെയാണ്. കാരണം ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് പറഞ്ഞു തരണമെന്നുണ്ട് എനിക്ക്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. നോക്കട്ടെ, ഞാൻ മിക്കവാറും ഞാൻ പറഞ്ഞു തരും, നോക്കട്ടെ. ഓക്കെ, പറഞ്ഞില്ലേ അത് എവിടെയുള്ളത്? എന്തോ അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ നോക്കിട്ട് വരാൻ പറഞ്ഞില്ലേ, അത് ഏത് ലെസണിലുള്ളതാ? കോൺവേർഡ് 4 നമ്മുടെ ആർട്ടിക്കിൾ കോൺവേർഡ്, ആർട്ടിക്കിൾ കൂടെ തന്നെ ഉള്ളതാണ് കോൺവേർഡ്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയ നമ്പേഴ്സ് ആണ് ഞാൻ തന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചിട്ടെങ്കിലും വരൂ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇതിൽ ഡൗട്ട്സ് ഒക്കെ വന്നാലോ, ഞാനെങ്കിൽ അധികം ക്ലാസ്സും ഇല്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയിട്ടൊന്ന് വരാൻ പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ആ ഹോംവർക്ക് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ആ ടേബിളും കൂടെ നോക്കാം കേട്ടോ. അതും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാം. അപ്പോ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഡൗട്ട് തീരും. അധികം ഇപ്പോ ക്വസ്റ്റ്യൻ ടാഗിന് അത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, ഒക്കെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇംഗ്ലീഷ് കുറച്ച് ക്ലാസ് അത് കുറച്ച് പഠിക്കാനുണ്ട് ടീച്ചറെ. എന്താന്ന് വെച്ചാൽ ഈസ് വരുന്ന സമയത്ത് ഈസിന്റെ ചേർത്താം, പക്ഷെ നമ്മള് പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് ഡെഡ് അല്ലേ ചേർത്തേണ്ടത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് കുറച്ച് നന്നായി പഠിച്ചതിന് ശേഷം പിന്നെ ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ വേഗം കിട്ടുമായിരിക്കും. മാക്സിമം പഠിക്കൂട്ടോ. ടെൻസ് അതാണ് ഞാൻ പറഞ്ഞ, ടെൻസ് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം അതാണ്. ടെൻസ് എടുക്കാതെ എനിക്ക് ഇതിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ലായിരുന്നു. കാരണം അപ്പൊ ടെൻസിന് തന്നെ അത്യാവശ്യം സമയം എടുത്തു അല്ലെ, അതുകൊണ്ടാണ് ഇതെല്ലാം ലേറ്റ് ആയി പോയത്. അപ്പോ ടെൻസ് അത്യാവശ്യം നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം സിമ്പിൾ ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട എന്താണ്, ടെൻസ് കുറച്ചുകൂടെ അത്ര കുറച്ച് ഡൗട്ട്ഫുൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടാതെ. മനസ്സിലായോ? അപ്പൊ എല്ലാം പഠിക്കുക, ഇരുന്ന് നന്നായിട്ട് പഠിക്കുക, മറക്കരുതൊന്നും. ഓക്കെ, അപ്പോ അത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് സൈൻ ഔട്ട് പറഞ്ഞാലോ? സൈൻ ഔട്ട് പറയൂ. സഫിയല്ലേ സൈൻ ഔട്ട്? സൈൻ ഔട്ട് സഫിയ. ഞാനാണ്, മറന്നല്ലോ. മറന്നുപോയോ അപ്പോഴേക്കും? ടീച്ചറുടെ ക്ലാസ്സിൽ അങ്ങനെ ഇരുന്നപ്പോ പിന്നെ ശ്രദ്ധിച്ചില്ല ഞാൻ. ഓഹോ, എന്റെ ക്ലാസ് അത്രയും നല്ല ക്ലാസ്സാണ്. അത്രയും നല്ല ക്ലാസ്സാണ്, എനിക്കിഷ്ടമാണ് ടീച്ചറിനെ. ആദ്യം ടീച്ചറായിട്ട് കുറെ ഫൈറ്റ് ഒക്കെ ചെയ്തെങ്കിലും പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. നമ്മൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായല്ലേ, ഇതൊക്കെ കംപ്ലൈന്റ് പറഞ്ഞ ആൾക്കാരാണ്. അതെ അതെ, മറന്നോ ടീച്ചർ അതൊക്കെ? ഞാൻ മറന്നു, ഇപ്പഴാ ഓർത്തേ. ഞങ്ങൾ കുറച്ച് ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്, ഇതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. കംപ്ലൈന്റ് പറഞ്ഞ നിങ്ങളാണല്ലേ? നോക്കട്ടെ, സഫിയ പിന്നെ ആരൊക്കെയും കംപ്ലൈന്റ് പറഞ്ഞ ടീം? ഞാൻ അതൊന്നും ചോദിച്ചില്ലത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധൈര്യത്തിൽ പറയല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞു, നിങ്ങൾ ഓർമ്മയുണ്ടോ അത്? അതൊക്കെ മറന്നില്ലേ ടീച്ചറെ? ടീച്ചറെ മറന്നു, ഇപ്പൊ ഞാനാ ഓർമ്മപ്പെടുത്തിയ ടീച്ചറിനെ. പക്ഷെ കംപ്ലൈന്റ് ഞാൻ മറക്കില്ല കേട്ടോ, അത് ഓർമ്മയിലുണ്ട്. അയ്യോ, മാറ്റി പറഞ്ഞില്ലേ നിങ്ങൾ? എനിക്ക് അത് മതി, മാറ്റി പറഞ്ഞില്ലേ?
മാറ്റി പറയണം. മാറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ടീച്ചറെ ക്ലാസ് ഇഷ്ടമാണെന്ന്. ആ അതാണ്, അങ്ങനെ വേണം. മാറ്റി പറയിപ്പിച്ചു ഞാൻ, അതാണ്. ഓക്കെ ടീച്ചർ, എന്നാ ഞാൻ ഒരു ചെറിയൊരു പാട്ട് പാടാം അല്ലേ? ഹലോ, ഹായ് എവരിവൺ, ഹൗ ആർ യു? All are you fine? Fine. Yes. Okay, let's start a simple song. Okay, everybody, let's start. Okay. Open, shut them, open, shut them, give a little clap, clap, clap. Open, shut them, open, shut them, put them in your lap, lap, lap. Big and small, big and small, big, 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 small, small, small. Big and small, big and small, big, 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 small, small, small. Please no thank you, please no thank you, please, 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 please no thank you. Fast and slow, fast and slow, fast, 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 slow, slow, slow. Loud and quiet, loud and quiet, loud, 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 shh, be quiet. Peekaboo, peekaboo, peeka, 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 peekaboo. Finish. Bye. Okay, yeah, very good. Okay, thank Thank you, you, thank you. teacher. Next class. Okay, bye.